ഒന്ന് മനുഷ്യനെ എന്തിന് ചന്ദ്രനിൽ വിട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. അതൊരു കോമ്പറ്റീഷൻ്റെ പാർട്ടായിരുന്നു. റഷ്യയും അമേരിക്കയും തമ്മിലുള്ളൊരു ഒരു പവർ സ്ട്രഗിളായിരുന്നു അത്. മനുഷ്യനെ ആദ്യമായിട്ട് ഉപഗ്രഹത്തിൽ വിക്ഷേപിക്കുകയും ആദ്യ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുകയും റഷ്യയാണ്. അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഞാനാണ് ഡോമിനൻ്റ് നേഷൻ എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെജസ്റ്റിക് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ചന്ദ്ര മിഷൻ ആദ്യം അമേരിക്ക ഫോം ചെയ്യുന്നത്. അത് 1-2 മിഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ ഗ്ലാമർ പോയി. പക്ഷേ ആ സീരീസിൽ കുറേ മിഷനുകൾ അന്ന് ഫിക്സ് ചെയ്തിരുന്നു, ഫണ്ട് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് നടന്നു. പക്ഷേ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻറ്റേർണലി ആ പ്രോസസ്സ് തുടങ്ങി. ഇനി എന്തിനിത് എന്നുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അതിനൊപ്പം തന്നെ നാസ മാർസിലേക്ക് ഇനി മനുഷ്യനാണ് നമുക്ക് അടുത്തത് ചൊവ്വയിലേക്ക് ആളെ ഇറക്കണം എന്നുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി, വലിയ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി, കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തു. ഗവൺമെൻറ് മുമ്പിൽ ഇരിക്കുക. അപ്പോൾ ഗവൺമെൻറ് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി ഏകദേശം രാജ്യത്തിൻ്റെ വരുമാനത്തിന് 30% ചിലവാക്കുന്നുണ്ട് ആ സമയത്ത്. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കാര്യമായിരുന്നു. കാരണം ഇൻവെസ്റ്റ് ചെയ്ത് റോക്കറ്റ് നിർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല, ലോകത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ റോക്കറ്റായിരുന്നു അന്നത്തെ റോക്കറ്റ് സാറ്റാണ്. അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി സിസ്റ്റങ്ങൾ, ലബോറട്ടറികൾ, എക്സ്പെരിമെൻ്റൽ ഫെസിലിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ് അന്ന് ചന്ദ്രനിൽ പോകാൻ വേണ്ടിയിട്ട് ആ കുറഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയേ പറ്റൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നടത്തിയതുകൊണ്ട് രാജ്യത്തിന് എന്താ ഗുണം. നമ്പർ 1 പൊസിഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ ചൊവ്വയിൽ വിട്ടാൽ ചിലപ്പോൾ അതിനേക്കാളും ഒരു അടുത്ത പടി കിട്ടും. പക്ഷെ നോക്കിയപ്പോൾ അമേരിക്കയ്ക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അമേരിക്കയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം തീരുമാനിച്ചു ഇനി ഇതിന് പൈസ കൊടുക്കാനാവില്ല. ടെക്നോളജിസ്റ്റും സയൻറ്റിസ്റ്റുകളും മുന്നിൽ വന്ന് പറയുന്നുണ്ട് ഇനി ചന്ദ്രനിൽ തുടങ്ങുമെന്നും സ്റ്റേഷൻ ഉണ്ടാക്കുമെന്നും ചൊവ്വയിൽ വിടുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സിനിമകളുണ്ടാകുന്നു, അവിടെ വലിയ ഇതൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ പൊളിറ്റിക്കൽ സിസ്റ്റം അതിന് കോൾഡ് ഷോൾഡർ കാണിച്ചു. അവർ പറഞ്ഞ് ഇനി പൈസ തരാനാവില്ല. അങ്ങനെ സ്ലോലി ആ പ്രോഗ്രാം അടയ്ക്കേണ്ടി വന്നു. ചൊവ്വ പ്രോഗ്രാം അടച്ചുകൂട്ടി. ഇതിൽ ഫണ്ടിങ് നിർത്തി. അവരുടെ കോൺഗ്രസ് എന്ന് പറയുന്ന അവരുടെ റിവ്യൂകൾ നടന്നു. അവരത് പൈസ തരാനാവില്ല എന്ന തീരുമാനത്തിലെത്തി. ഇപ്പോൾ നാസയെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ഈ വർഷം $5.5 ബില്യൺ കട്ട് ചെയ്തിരിക്കുകയാണ് നാസയുടെ. അപ്പോൾ അതുപോലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ തോട്ട് പ്രോസസ്സ് മാറി. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പുതിയ നറേറ്റീവ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനില്ല എന്നവർക്ക് മനസ്സിലായി. ഒരു മൈലേജ് കിട്ടാനില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യപ്പെട്ടു. അത് അല്ലാതെ അതിനകത്ത് ആൾ പോകാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ അമേരിക്ക പിന്നീടാണ് അത് റിയലൈസ് ചെയ്തത്. ആ അമേരിക്കൻ മൂൺ പ്രോഗ്രാം കൊണ്ട് അമേരിക്കയ്ക്ക് എന്താണ് ഉണ്ടായതെന്ന്. ആ മൂൺ പ്രോഗ്രാമിൽ നിന്ന് അമേരിക്ക ആക്കിയത്, ടെക്നോളജിക്കലി സുപ്പീരിയർ അമേരിക്ക ഉണ്ടാക്കുന്നതിൽ മൂൺ പ്രോഗ്രാം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒന്ന് കമ്പ്യൂട്ടേഷണൽ, അക്കാഡമിക് കേപ്പബിലിറ്റീസ്, ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ്, മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്, ഡിഫൻസ് കേപ്പബിലിറ്റി, എല്ലാത്തിലും ഇതുപോലെയുള്ള കമ്പനികൾ ഉണ്ടായതും ഒക്കെ ഇന്നത്തെ അമേരിക്കയിലെ ഹൈ ടെക്നോളജി ഡൊമൈൻ എന്ന് പറയുന്നത് മുഴുവൻ ഈ ബേസിൽ നിന്നുണ്ടായതാണ്. ആ റെവല്യൂഷനാണ് മൂൺ മിഷൻ ഉണ്ടാക്കിയത്. അതവർ ഇന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റായി പോയില്ല. പക്ഷേ അതെല്ലാം നടന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡിസിഷനാണ് അൾട്ടിമേറ്റ്ലി ഇത്തരം നറേറ്റീവുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അത് അവർക്ക് ആവശ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് മൂൺ മിഷൻ ഒരു നറേറ്റീവിന് വേണ്ടി മാത്രമാണെന്നുള്ളത് കൈൻഡ് ഓഫ് എ സിംപ്ലിഫൈഡ് എക്സ്പ്ലനേഷൻ അല്ലേ? അതായത് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് വലുതാണ്. പക്ഷേ അന്ന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് എന്ത് പ്രയോജനം, അത് ഉത്തരവില്ലായിരുന്നു. ഇപ്പോൾ ഇത്രയും 12 പേരെ ചന്ദ്രനിൽ വിട്ടു. ചന്ദ്രനിൽ നിന്ന് കിലോ കണക്കിന് പാറകൾ ഇവിടെ കൊണ്ടുപോകും. അതെല്ലാം നോക്കിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. എന്താ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുണം? സയൻറ്റിഫിക് ഗ്രോത്ത്, ടെക്നോളജി ഗ്രോത്ത്, ഫിനാൻഷ്യൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊന്നും ഉത്തരവില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് എങ്ങനെ അമേരിക്കയെ ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്യുന്നുള്ളത് പിന്നീട് 10-25 വർഷം ശേഷമാണ് അത് മനസ്സിലാക്കുന്നത്. അന്ന് മനസ്സിലാക്കിയിട്ടില്ല ആരും. അന്നത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ പറയേണ്ടത്. ഫോർസൈറ്റ് എന്ന് പറയുന്ന സാധനം പലപ്പോഴും പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല. നമ്മൾ പ്രത്യേകിച്ചും വെരി ക്രിട്ടിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും ലോങ് ടേം വിഷൻ പലപ്പോഴും സാധ്യമല്ല. കാരണം അത്രയും ദീർഘവീക്ഷണമുള്ള ആളുകളുടെ എണ്ണവും അപാരവും അല്ല വളരെ കുറവാണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ അന്നങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് അമേരിക്ക ആയത്. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സ്പേസുമായി ബന്ധപ്പെട്ട് വരുന്ന 2 പുതിയ കൺസെപ്റ്റുകളാണ്. ഒന്ന് സ്പേസ് ടൂറിസം ഒരു കൺസെപ്റ്റായിട്ട് എമർജ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വെർജിൻ എയർലൈൻസിന്റെ അദ്ദേഹമൊക്കെ വെർജിൻ ഗാലക്റ്റിക് ബ്രാൻഡ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു കൺസെപ്റ്റായിട്ട് എമർജ് ചെയ്യുന്നുണ്ട്. 2 സയന്റിഫിക്കലി തന്നെ ഈ സ്പേസ് ഡെബ്രി വലിയൊരു കൺസേൺ ആയിട്ടുമുണ്ട്. ഈ രണ്ടിന്റെയും കുറിച്ച് സ്പേസ് ടൂറിസം വലിയൊരു നല്ലൊരു കൺസെപ്റ്റായിട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു
അത്ര വലിയ അട്രാക്റ്റീവ് കൺസെപ്റ്റ് ആണെന്നൊന്നും എനിക്ക് വലിയ അഭിപ്രായമില്ല. വിർജിൻ ഗാലക്റ്റിക് വിമാനം പോലെയുള്ള ഒരു വാഹനത്തിൽ 100 കിലോമീറ്റർ ഉയരത്തിൽ കൊണ്ടുപോയി ആളുകളെ ഏതാനും മിനിറ്റുകൾ സ്പേസ് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ ബ്ലൂ ഒറിജിൻ അവരുടെ വിമാനത്തിൽ ഏകദേശം വെർട്ടിക്കലി പോയി ഡ്രോപ്പ് ചെയ്യുക, തിരിച്ചു വന്നവരെയൊക്കെ അസ്ട്രോണോട്ട് എന്ന് വിളിക്കുക. അപ്പോൾ അതിന് എഗൻസ്റ്റായിട്ട് ഇന്നൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അവരൊന്നും അസ്ട്രോണോട്ട്സ് അല്ല, അസ്ട്രോണോട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് അവർ അസ്ട്രോണോട്ടുകൾ എത്രമാത്രം ട്രെയിൻ ചെയ്യപ്പെട്ട് എന്തെല്ലാം കൂടെ കടന്നുപോയാണ് ഓരോരുത്തർ അസ്ട്രോണോട്ട് ആവുന്നത്. ഇവരൊന്നും അങ്ങനെയുള്ളവരല്ലല്ലോ എന്നൊക്കെ കുറേ ഫിലിം സ്റ്റാറും പോപ്പ് മ്യൂസിക്കുള്ളവരൊക്കെ പോയതിനെക്കുറിച്ച് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 സൈഡും ഉണ്ട്. ഇതിനൊരു എക്കണോമിക് സൈഡുണ്ട്. എന്ന് വെച്ചാൽ പണം മുടക്കാൻ തയ്യാറുള്ളവർ ഇത്തരം എക്സ്പീരിയൻസിന് തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു നല്ല റൈഡ് ഉണ്ടാക്കുന്ന പോലെ മാത്രം വിചാരിച്ചാൽ മതി. ഒരു സീറ്റിന് കോടികൾ മുടക്കാൻ തയ്യാറുള്ളവർ പോട്ടെ. അപ്പോൾ സ്പേസ് ടൂറിസവും നടക്കട്ടെ ഇതിനൊപ്പം. അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ ഇതാണ് സ്പേസ് എക്സ്പ്ലോറേഷൻ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ചോദിച്ചത് സ്പേസ് ഡെബ്രിയെ കുറിച്ചിട്ടാണ്. സ്പേസ് ഡെബ്രി വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഈ കഴിഞ്ഞ 3-4 വർഷം നോക്കിയപ്പോൾ ഉപഗ്രഹങ്ങളുടെ എണ്ണം വല്ലാതെ കൂടി. പ്രത്യേകിച്ച് കോൺസ്റ്റലേഷനുകൾ ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയത്, ഒരു സ്റ്റാർലിങ്കും OneWeb ഒക്കെ ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയതോടെ എണ്ണം വർദ്ധിച്ചു. ഇപ്പോൾ 20,000-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. അതിനെയും കൂടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ അടുത്ത വരും വർഷങ്ങളിൽ 50,000 ആകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്പേസ് ഡെബ്രി വലിയ ഇഷ്യൂ ആവും. അതുകൊണ്ട് തന്നെ പുതിയ കമ്പനികൾ ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെ സ്പേസ് ഡെബ്രി മാറ്റാം, അതിനുവേണ്ടി പുതിയ കമ്പനികൾ വരുന്നു. അവിടെ പോയി കളക്ട് ചെയ്യുക, പിക്ക് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക, റിപ്പയർ ചെയ്യുക, റീഫ്യൂൽ ചെയ്യുക. ഇതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. അതിനെ മോണിറ്റർ ചെയ്യുക, വാച്ച് ചെയ്യുക, ഗ്രൗണ്ടിൽ നിന്നും സ്പേസിൽ നിന്നും അത് പ്രെഡിക്റ്റ് ചെയ്യുക, അത് കൊളിഷന് മാനൂവർ ചെയ്യുക. അതിന് സർവീസ് കൊടുക്കുന്ന കമ്പനികൾ വരുന്നുണ്ട്. ട്രാഫിക് മാനേജ്മെൻറ്റ് പോലെ സ്പേസ് ട്രാഫിക് മാനേജ്മെൻറ്റ് എന്നൊരു പുതിയ ഡൊമൈനായിട്ട് വന്നിട്ടുണ്ട്. അതിന് വലിയ ഇൻ്റർനാഷണൽ ഫോറം കമ്മിറ്റികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ അതിനകത്ത് വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. സ്പേസ് ഡെബ്രി അവിടെ വെച്ച് ഡിസ്പോസ് ചെയ്യാനാണോ? അവിടെ വെച്ച് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. ഭൂമി തിരിച്ചുകൊണ്ട് വന്നേ പറ്റൂ. താഴെയുള്ള ഓർബിറ്റുകളെല്ലാം ഭൂമി തിരിച്ചുകൊണ്ട് വരണം. ജിയോ സ്റ്റേഷനിലേക്ക് മുകളിലൊക്കെ അതിന് മുകളിലേക്ക് പറഞ്ഞു വിടാനേ പറ്റും. എന്നാലും അത് അവിടെ കിടക്കും, ഒരിടത്തും പോവില്ല. താഴെ ഭൂമിക്ക് വരുന്നത് 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വരും. ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അത്രേ ഉള്ളൂ. മൂണിനോടുള്ളൊരു റിന്യൂഡ് ഇൻട്രസ്റ്റ് മൂണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന്, എനിക്ക് തോന്നുന്നു 2-3 കാര്യങ്ങൾ. ഒന്ന്, ഒരു ഔട്ട് പോസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. എന്താണ് ഔട്ട് പോസ്റ്റിന് ആവശ്യം? ഒന്ന്, ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സേഫായിട്ട് നമുക്ക് പോയി നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഒരു കറ്റാസ്ട്രോഫി ഭൂമിയിൽ സംഭവിക്കുന്നു, മനുഷ്യന് സേഫായിട്ട് ഒരു 2 കൊല്ലം താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഈ കറ്റാസ്ട്രോഫി കഴിഞ്ഞ് ഇവിടെ എല്ലാം പൊടിയെല്ലാം അടങ്ങി ഭൂമി തിരിച്ച് ജീവിതയോഗ്യമാകുമ്പോൾ തിരിച്ചു വരാം. നല്ലൊരു ഐഡിയ അല്ലേ? നല്ലൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ പണിത് ഒരു 10-100 പേര് അവിടെ കൊണ്ട് താമസിപ്പിക്കും. അടുത്തൊരു മൂവിയൊക്കെ ചിലപ്പോൾ വരികയായിരിക്കും. അമേരിക്ക പണിയുന്നതായിട്ടും എല്ലാ ഇൻ്റർനാഷണൽ കൊളാബറേഷനിൽ പണിയുന്നതും ആളുകളെ പല പല റോക്കറ്റുകളിൽ കൊണ്ടുപോകുന്നതും ഇവിടെ അസ്ട്രോയിഡ് വന്ന് ഇടിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു, 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭൂമിയിൽ വരുന്നു. നേരത്തെ അങ്ങനത്തെ ഒരു മൂവി വന്നിട്ടുണ്ട്, വെള്ളം പൊക്കും, വെള്ളം വരുന്ന പോലെ. അതൊരു പോസിബിലിറ്റിയാണ്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കരുത് അത് പോസിബിലിറ്റി അല്ല എന്ന്. ഒരു ടെക്നിക്കൽ പോസിബിലിറ്റി ആണ്. അത് ചിലപ്പോൾ ഒരു അസ്ട്രോയിഡ് ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാകാം, ഒരു ഡിസീസ് കൊണ്ടുണ്ടാവാം, ആറ്റോമിക് എക്സ്പ്ലോഷൻ കൊണ്ടുണ്ടാവാം. അപ്പോൾ മൂണിലൊരു ഔട്ട് പോസ്റ്റും റെഗുലർ ട്രാവലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. 2, അതിനൊരു സ്ട്രാറ്റജിക് ഇൻറ്റൻ്റ് ഉണ്ട്. ഇനി വരും വർഷങ്ങളിൽ ഈവൻ യുദ്ധങ്ങളും പവർ സ്ട്രഗിളും ഒക്കെ മൂൺ ബേസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭൂമിയെ വാച്ച് ചെയ്യാനായിട്ട് എക്യുപ്മെൻറ്റുകൾ മറ്റൊരാൾക്ക് ഡാമേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം മൂണായിരിക്കും. മറ്റെല്ലാ സ്ഥലങ്ങളും ഡാമേജ് ചെയ്യാൻ പെടുന്ന സ്ഥലങ്ങളായി മാറും. അതൊരു സെക്കൻഡ് ഇഷ്യൂ ആണ്. തേർഡ് ഇഷ്യൂ, നമ്മുടെ പൊസിഷൻ നാവിഗേഷൻ ടൈമിംഗ് എന്ന് പറയുന്ന GPS പോലെയുള്ള സാധനങ്ങൾ മൂൺ ബേസ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് സിഗ്നലുകൾ വിട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ നമുക്ക് PNT സർവീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ഒരു ഐഡിയ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കുക മൂണിന് ചുറ്റും, അവിടെ താമസിക്കുക, ഭൂമിയിൽ ചന്ദ്രനിൽ ചൊവ്വയിൽ പോയിക്കൊണ്ടിരിക്കുക, തിരിച്ചു വരിക. പിന്നെ ഉള്ള എക്സോട്ടിക് ഐഡിയ മൂൺ മൈനിങ് ഒക്കെയാണ്. അതൊക്കെ എത്രമാത്രം ഫലവത്തായ ഒരു സാധനമാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഭൂമി മൈൻ ചെയ്യാമെങ്കിൽ അവിടെ തന്നെ അത് തന്നെയായിരിക്കും ചന്ദ്രനിൽ മൈൻ ചെയ്യാൻ കിട്ടുക. വലിയ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ എക്സെപ്റ്റ് ഹീലിയം 3 പോലെയുള്ള ചില കാര്യങ്ങൾ കിട്ടും എന്ന് പറയപ്പെടുന്നത് അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളും അവൻ്റെ പവറിൻ്റെ ഒരു പാർട്ടായിട്ട് മൂണിനെയും കൂടെ സ്വന്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. കോളനി മാത്രമല്ല, നമ്മളിപ്പോൾ നോർത്ത് പോള്, അന്റാർട്ടിക്കയിൽ നമുക്കൊരു ഭാഗമുണ്ടല്ലോ ഇന്ത്യക്ക്, അതുപോലെ
ആരുടെ പൊതു സ്വത്തായ ചന്ദ്രന് നമുക്ക് സ്വന്തമാക്കുക എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കും അത്. അതെ അതെ. സാർ നേരത്തെ പറഞ്ഞ ഇടയ്ക്ക് അതിന്റെ ഇൻട്രസ്റ്റ് പോയി എന്ന് പറഞ്ഞു, പക്ഷെ അപ്പൊ അത് നേരത്തെ ഇത് അറിയില്ല. നേരത്തെ അറിയാം, എന്നും അറിയാം. പക്ഷേ ചന്ദ്രനിൽ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഭയങ്കര ചിലവാണ്. ഇന്ന് ചിലവ് കുറവാണ്. ഇന്ന് ഇന്ത്യക്ക് വരെ ഒരു ക്രാഫ്റ്റിനെ ചന്ദ്രനിൽ എത്താൻ പറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ. അമേരിക്കയ്ക്ക് ചന്ദ്രനിൽ ആ മനുഷ്യനെ വിടാനായിട്ട് അവരുടെ എക്കോണമിയുടെ വലിയൊരു ഭാഗം മുടക്കേണ്ടി വന്നു. ഇന്ന് അമേരിക്ക ചന്ദ്രനിൽ ആരെങ്കിലും വിടാൻ അത്ര പണം വേണ്ട. അതെന്താ സംഭവിക്കാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിയുടെ മാറ്റമാണ്. ഇന്ന് റീയൂസബിൾ റോക്കറ്റുകൾ നിർമ്മിക്കാനും ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും പണ്ടത്തെ അത്രയും ചിലവില്ല. ടൈം ലൈൻസ് വളരെ ഷോർട്ടായി, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു. ഇന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ നൂറുകണക്കിന് രാജ്യങ്ങൾക്ക് ആവും. അതായത് സ്പേസ് ഡെമോക്രറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ പോകാനും സ്പേസ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനും ഒക്കെ ഉള്ള കഴിവ് ഒരുപാട് രാജ്യങ്ങൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് ചിലവ് കുറഞ്ഞിരിക്കുന്നു. അതാണ് വീണ്ടും റിന്യൂഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ കാര്യം. ചിലവ് കുറഞ്ഞിരിക്കുന്നു, അക്സസബിൾ ആയിരിക്കുന്നു. അതുകൊണ്ടാണ്. ഒരു ചോദ്യം, ആന്ധ്ര ഗവൺമെന്റിന്റെ അഡ്വൈസർ ആണെന്ന് പറയുന്നത്, അത് കേരളത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന് ഇപ്പം ഒരു VSSC ഉള്ളതുകൊണ്ട് പലർക്കും അതൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. അതുപോലെ വേറെ എന്തെല്ലാം നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും? കേരളത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിലും സ്പേസിൻ്റെ സർവീസുകൾ യൂട്ടിലൈസ് ചെയ്യുക, സ്പേസ് ബേസ്ഡ് സർവീസിന് ഉപയോഗിച്ചുള്ള കമ്പനികളെ ഉണ്ടാക്കുക, മാനുഫാക്ചറിങ്ങിന് ത്രസ്റ്റ് കൊടുക്കുക. ഇതൊക്കെ ഒരു പ്രോസസ്സായിട്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. സ്പേസ് പാർക്ക് പോലെയുള്ള ഇതിലോട് കൂടി ഇപ്പോൾ ഇൻസ്പേസ് കഴിഞ്ഞ ദിവസം അവിടെ സ്പേസ് പാർക്കുമായിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. കുറേ ഇൻഡസ്ട്രീസിന് വേണ്ടി സ്ഥലങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്.